സെയ്ഫ് സൈനുലാബ്ദീൻ തിരുവനന്തപുരത്ത് നിന്നോടൊപ്പം ചേരുന്നു. സെയ്ഫ്, സി പി ഐ എമ്മും സർക്കാരും ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അൻവർ സമ്പൂർണ്ണമായും ദുർബലനായി കഴിഞ്ഞിരിക്കുന്നു, അൻവറിന്റെ എല്ലാ പ്രതലവും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, ഗ്രൗണ്ട് ഇല്ലാതായിരിക്കുന്നു. ഇനി അൻവറിനെ വേട്ടയാടാം എന്നാണോ സർക്കാർ വിചാരിക്കുന്നത്? അത് സർക്കാർ വിചാരിച്ചതുപോലെ തന്നെ പോകുന്നുണ്ടോ, അതോ ചില വിചാരിക്കാത്ത ഡെവലപ്മെന്റ്സ് അതിന് വഴിയിൽ ഉണ്ടാവുന്നുണ്ടോ? നിഷാദ്, അൻവറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ എന്താണോ വിചാരിച്ചത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണോ വിചാരിച്ചത്, അത് തന്നെയാണ് നടന്നിട്ടുള്ളത്. അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്ത് തന്നെയാണ് രാത്രി വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ എന്തായാലും സംസ്ഥാനത്ത് ഒരു MLA വീട്ടിൽ കയറി രാത്രി അറസ്റ്റ് ചെയ്തില്ല. രാത്രി വൈകി കോടതിക്ക് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യിക്കില്ല. അറസ്റ്റ് രേഖപ്പെടുത്തി 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കിയാൽ മതിയാകും. പക്ഷേ അൻവറുമായി ബന്ധപ്പെട്ട് അൻവറിനെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണെങ്കിൽ, അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ തന്നെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അൻവറിന്റെ അണികളിൽ നിന്നുള്ള പ്രതിഷേധം നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് അൻവറിനെ രാത്രി തന്നെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്. ഇനി CPM നേതാക്കളുടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം, 2 നേതാക്കന്മാരുടെ പ്രതികരണം ഔദ്യോഗികമായി വന്നിട്ടുണ്ട്. ഇന്നലെ ചില CPM നേതാക്കളോട് നമ്മൾ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ EP ജയരാജൻ പറഞ്ഞ കാര്യം, അതുപോലെ തന്നെ TP രാമകൃഷ്ണൻ പറഞ്ഞ കാര്യം, രണ്ടുപേരും പറയുന്ന ഒരേ കാര്യമാണ്. പാർട്ടിയുടെ നിലപാട് അത് തന്നെയാണ്. നിയമപരമായി എന്താണോ ചെയ്യേണ്ടത് അത് മാത്രമാണ് അൻവറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്. പൊതുമുതൽ നശിപ്പിക്കുന്ന ആൾക്കാർക്കെതിരെ ഒരു സാധാരണ ജനതയാണെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കുന്നു അതേ നടപടി തന്നെയാണ് അൻവറുമായി ബന്ധപ്പെട്ടും സ്വീകരിച്ചിട്ടുള്ളത്. അൻവർ ജനപ്രതിനിധിയാണ് എന്നുള്ളത് കൊണ്ട് കുറ്റം ചെയ്യാം എന്നില്ല. അത് കുറ്റം ചെയ്താൽ നിയമ നടപടികൾ സ്വീകരിക്കും. അതിൻ്റെ നടപടിക്രമങ്ങൾ മാത്രമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് എന്ന വിശദീകരണമാണ് CPM നേതൃത്വം നൽകുന്നത്. ഇന്നിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയം മുമ്പ് ആരംഭിച്ചിട്ടുണ്ട്. അൻവറുമായി ബന്ധപ്പെട്ട അറസ്റ്റ് അത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് സാധാരണഗതിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അദ്ദേഹം അത് പറയുകയും പാർട്ടിയുടെ നിലപാട് ഇന്ന് വൈകിട്ടോടുകൂടിയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിശദീകരിക്കുകയും ചെയ്യും. ഇതിനകത്ത് വലിയ പ്രതിഷേധങ്ങൾ അൻവറിന് ഇപ്പോൾ നേരത്തെ നിഷാദ് സൂചിപ്പിച്ച പോലെ തന്നെ അൻവർ ഒന്ന് അണഞ്ഞു തുടങ്ങിയതാണ്. പക്ഷേ ഇതിനിടയിൽ ഈ അറസ്റ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ മേൽക്കൈ അൻവറിന് ഈ വിഷയത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുമോ എന്നൊരാശങ്ക CPM ചില നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട്. എല്ലാവർക്കും ഇല്ല, ചില നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഇത് രാഷ്ട്രീയ തീരുമാനമാണ്. ആ രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രവർത്തിച്ചു. അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ല. അൻവർ ഇനിയിപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇനി അൻവറുമായി ബന്ധപ്പെട്ട് CPM നേരിടാനുള്ളത്. ആ കാലം വരെ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് അൻവറിന് അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നൊരു കണക്കുകൂട്ടൽ CPM നേതൃത്വം പങ്കുവെക്കുന്നുണ്ട്. ഒരു പ്രതിച്ഛായ നിർമ്മിതി ഇതിനിടയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ അൻവർ ശ്രമിക്കും. അങ്ങനെയാണ് ഈ PDPP ആക്ട് വരുന്നതാണ് എന്ന് ബോധവും അറിയാവുന്ന അൻവർ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനമെടുക്കുന്നു. മാർച്ച് നടത്തുന്നു, അക്രമാസക്തമാകുന്നു. അതിൻ്റെ നിയമപരമായ നടപടികളിലേക്ക് പോലീസ് പോകുന്നു. അൻവറിന് തിരിച്ചു വരാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അദ്ദേഹം തന്നെ ഒരുക്കിയെടുത്തു. പോലീസ് അതിന് കളമൊരുക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തരത്തിലും പിന്നോട്ട് പോകേണ്ടതില്ല. നിയമപരമായ നടപടിക്രമങ്ങൾ നിയമപരമായി തന്നെ മുന്നോട്ട് പോകട്ടെ. അതിനകത്ത് ഇനി എന്ത് പ്രതിഷേധം വന്നാലും അത് നേരിടാൻ തയ്യാറാണ് എന്ന നിലപാടാണ് മുഖ്യമന്ത്രിയും പാർട്ടി നേതൃത്വവും സ്വീകരിച്ചിരിക്കുന്നത്. നിഷാദ്, ശരി, അൻവറിന്റെ അറസ്റ്റിനെ ന്യായീകരിക്കുകയാണ് LDF കൺവീനർ ഇപ്പോൾ ചെയ്യുന്നത്. അറസ്റ്റ് നിയമം അനുസരിച്ച് മാത്രമാണ്. അൻവറിന്റെ മാധ്യമങ്ങൾ താരപരിവേഷം നൽകാൻ ശ്രമിക്കുകയാണെന്ന് TP രാമകൃഷ്ണൻ പറയുന്നു. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭീഷണിയാണ് എന്നുള്ള അഭിപ്രായം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ CPM ഇല്ല. ഇങ്ങനെയുള്ള നിലപാടുകൾ വരുമ്പോൾ അതിന് ഇത് കുറച്ച് വൈകിപ്പോയിന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് ഇത്തരം ചില തെറ്റായ രീതികൾ വന്നു കഴിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ അതാരുടെ ഭാഗത്ത് വന്നാലും ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ സഡൻ ആക്ഷൻ തന്നെയാണ് പ്രധാനം. അപ്പം അത് തെറ്റാണെന്നൊന്നും പറയാൻ കഴിയില്ല. അതിനനുസരിച്ചുള്ള എല്ലാ നിയമ നടപടികളും പാലിച്ചുകൊണ്ടാണ് അൻവറിനെ അറസ്റ്റ് ചെയ്തത്. അതല്ലേ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ